ഹായ് ഹലോ. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ മാംഗ്ലൂർ പോകുന്നൊരു വ്ളോഗാണ് ഇന്ന് എടുക്കുന്നത്. മാംഗ്ലൂർ എൻ്റെ മോള് മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവളെ അടുത്ത് 2 ദിവസം ഇങ്ങനെ പോയി നിൽക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ബാഗിൽ പാക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സുകളും അതുപോലെ തന്നെ മോൾക്ക് 2 ജോഡി ഡ്രസ്സ് എടുത്തതും പിന്നെ മോനും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവൻ്റെ 2-3 ജോഡി ഡ്രസ്സൊക്കെയാണ് ബാഗിൽ പാക്ക് ചെയ്യുന്നത്. ഈ ഒരു ബാഗിൽ ഒരുപാട് ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഐറ്റംസൊക്കെ അതുപോലെ സ്കിൻ കെയറിനുള്ള പ്രൊഡക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബാഗിലാണ് സെറ്റ് ചെയ്ത് വെക്കണം. കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേറൊരു ബാഗിൽ അതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളുടെ അടുത്ത് കുറേ ഞാൻ പോയി നിൽക്കണം, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സാഹചര്യങ്ങളൊന്നും ശരിയാവാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എന്താ പറയുക, മോളെ വല്ലാതെ മിസ് ചെയ്യണമെന്നൊരു തോന്നൽ വന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ മോൻ്റെ സ്കൂളിൽ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ലീവ് ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സാമും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ പോർഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് ഇവിടെ വന്ന് മോൻ്റെ ബുക്കും എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ റൂമിലിരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് അവിടുന്ന് ലീവ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ എന്താ പറയുക, മോളിങ്ങനെ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ വിഷമങ്ങൾ വരുമ്പോഴും എനിക്ക് മോളൊരു സാന്നിധ്യം ഭയങ്കര ഒരു ആശ്വാസമാണ്. മോള് ഭയങ്കര എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവാണ്. അപ്പോൾ മോള് എന്നോട് പറഞ്ഞ് വീട്ടിൽ പോരെ, ഇവിടെ നിന്ന് കുറച്ച് ദിവസം നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സാഹചര്യങ്ങളൊന്നും വരാനുള്ള സാഹചര്യമൊന്നും ഇല്ല. മോൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു ചെറിയൊരു ആശ്വാസം കിട്ടും എന്നുള്ളതിലാണ് പിന്നെ അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ട്രെയിനിലൊക്കെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നത്. ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റിസ്കിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. എപ്പോഴും നമുക്ക് കൂടെ ആളുണ്ടാവണം എന്നൊന്നുമില്ലല്ലോ. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കണത്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ മോളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ മോൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചപ്പോൾ തന്നെ ഏകദേശം ബാഗൊക്കെ ഫുള്ളായിട്ട്. മോള് വരുമ്പോൾ പറഞ്ഞിരുന്ന നിസ്കാരപ്പായ വേണം, ബെഡ്ഷീറ്റ് വേണം, പിന്നെ പ്ലേറ്റ്, അങ്ങനെ സ്പൂണ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി കാലത്ത് 11 മണിക്കാണ് ട്രെയിന്. 11:10 അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ തന്നെ ഞാനിവിടെ എത്തിയിട്ടാണ്. 11 മണിയുടെ മുന്നേ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എന്താ പറയുക, 11:10 ഒക്കെ കഴിഞ്ഞ് 11:20 11:20 ആയിട്ടുണ്ടാവും പിന്നെ ട്രെയിൻ വരുമ്പോൾ. അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പിന്നെ 11:30 ആയപ്പോൾ ട്രെയിൻ വന്ന് പിന്നെ അതിൽ കയറി പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങനെ അങ്ങനെ ഇരുന്ന് അവന് കുറേ ടൈം 5-6 മണിക്കൂർ ടൈം ഇരുന്നിട്ടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ മോളും ഫ്രണ്ടൊക്കെ വിളിക്കാൻ വന്നിരുന്ന് അങ്ങനെ എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കണം. 50 രൂപ കൊടുത്തിട്ടൊരു ഓട്ടോ വിളിച്ച് അതിൽ പോയി പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയിട്ട് പിന്നെ ബസ്സിലൊരു 3/4 മണിക്കൂറോളം യാത്ര ഉണ്ട്. അങ്ങനെ അവിടുന്ന് വീണ്ടും പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് മോള് താമസിക്കുന്ന അവിടെ എത്തിയിട്ടുള്ളത്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ.